നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ആ യാത്ര നമ്മുടെ കേരളത്തിലുള്ള മറ്റു പാർട്ടിക്കാരെയൊക്കെ കുറച്ച് വിഷമത്തോടെയും അതുപോലെ തന്നെ പേടിയോടെയും നോക്കിക്കണ്ടതായിരുന്നു. ഇപ്പൊ ദാ വീണ്ടും ഇനി രാഹുൽ ഗാന്ധി ഈ കേരളത്തിലെ 14 ജില്ലകളിലൂടെയും ഒരു യാത്ര സംഘടിപ്പിച്ചാൽ അതെ. അതൊരു വലിയ വിജയം അല്ലെങ്കിൽ വലിയൊരു നേട്ടം തന്നെയായിരിക്കില്ലേ കോൺഗ്രസിന്? തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ദീപാദാസ് മുൻഷി ഉം. ഏഹ്, തിരുവനന്തപുരത്തും വയനാട്ടും കോഴിക്കോടുമായിട്ട് വീടുകൾ എടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ കുറെ നാളത്തേക്ക് ഇനി ക്യാമ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഉം. ചെയ്യുന്നത്. അപ്പം AICC നേരിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല KPCC ആണ് വീട് മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നെങ്കിലും പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് AICC നേരിട്ടാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദീപാദാസ് മുൻഷിയും പിന്നെ മറ്റ് ദേശീയ നേതാക്കളടക്കമുള്ള താരപ്രചാരകരടക്കമുള്ളവർ വന്നിട്ടുള്ള ഒരു പരിപാടിയാണത്. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് രണ്ട് ടൈമായിട്ട് തുടർച്ചയായിട്ട് LDF ആണ് ഇവിടെ അധികാരത്തിൽ കയറുന്നത്. ഈ ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ കൂടി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ ഭാവി ഇനി അനിശ്ചിതത്തിലാകും എന്നുള്ളൊരു തിരിച്ചറിവാണ് തീർച്ചയായിട്ടും AICC ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മൊത്തത്തിലുള്ള ലിസ്റ്റ് എടുത്താൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നേരിട്ട വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ഇപ്പം ഒരുപാട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സ്റ്റേറ്റുകളിലെല്ലാം കോൺഗ്രസിന് ഭരണം നഷ്ടമാകുകയും പലപ്പോഴും പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ പല MLA മാരെ MP മാരെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തിരിച്ചടികൾ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ലാസ്റ്റത്തെ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസ് നടത്തുന്നുമുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് തെലങ്കാനയിലും കർണാടകയിലും വലിയ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമുണ്ട്. അതായത് ഇത്രയും കാലം കോൺഗ്രസ് ഏതാണ്ട് വലിയൊരു നീണ്ട കാലയളവ് ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ പലപ്പോഴും നേതാക്കന്മാരാണെങ്കിൽ പോലും അവിടുത്തെ മൊത്തത്തിലുള്ളൊരു സിസ്റ്റം തന്നെ ഒരുതരം അലസമായി പോകുന്ന രീതിയിലോട്ട് പോകുന്നു എന്നൊരു വിമർശനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മോദി ഇന്ത്യ ഭരിക്കുകയും പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുകയും എന്നൊരവസ്ഥ വരികയും അതുപോലെ തന്നെ കേരളത്തിലും അത് സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തതോടുകൂടി ഇനി അലസത പാടില്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കണം എന്നൊരു തിരിച്ചറിവിലോട്ട് കോൺഗ്രസ് എത്തി. അതിന്റെ അമരക്കാരനായിട്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനി കൃത്യമായി തന്നെ ഇടപെടണം എന്നതിനെ പറ്റി കൃത്യമായൊരു ധാരണ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എല്ലാവർക്കും ഉൾപ്പെടെ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് വലിയ തോതിലുള്ള പ്രചരണമായിട്ട് അവരിപ്പം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് അവർ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ഇതിനു മുമ്പ് തെലങ്കാനയിൽ സമാനമായ രീതിയിൽ തന്നെ ദീപാദാസ് മുൻഷി മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും വലിയൊരു തിരിച്ചറിവ് കോൺഗ്രസിന് അവിടെ ഉണ്ടാകുകയും ചെയ്തത്. അപ്പം സമാനമായ രീതിയിൽ തന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം കോൺഗ്രസിനെ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരുപാട് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെയാണെങ്കിലും കാണുന്നുണ്ട്. അല്ലാതെ നമുക്ക് നേരിട്ട് അറിയാവുന്ന ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ. അത് പ്രധാനമായിട്ടും ഈ ഗ്രൂപ്പ് തർക്കങ്ങളാണ് പ്രധാനമായിട്ടും കോൺഗ്രസിലെ എല്ലാ കാലത്തും വലച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതിൻ്റെ പ്രധാന കാരണം പിണറായി വിജയൻ കഴിഞ്ഞ 2 ടൈമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നു. എന്നിട്ട് പോലും ഈ അവസാന നാളുകളായിട്ട് പോലും പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലമായിട്ട് പോലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പലപ്പോഴും ഗ്രൂപ്പ് തർക്കങ്ങൾ ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുന്നു. പല തർക്കങ്ങൾ, പല നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ വലയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനെല്ലാം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കാനും രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാനും CPM സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് കോൺഗ്രസിന് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ തിരിച്ചു വരാൻ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് ദേശീയ നേതാക്കൾ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കൾ എത്തിയിട്ടുണ്ടോ എന്നതിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. കാരണം അവരിപ്പോഴും പലപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് പല വിഷയങ്ങളുമായിട്ടത്.
ഞാൻ സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നൊരു നിലയിലോട്ടാണ് പലപ്പോഴും കേരളത്തിലെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഒരു അധികാരത്തിൽ എത്താൻ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് ദേശീയ നേതാക്കൾ എത്തിയിട്ടുണ്ട്, ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി AICC നേതൃത്വത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇതിനു മുമ്പ് വയനാട്ടില് രാഹുൽ ഗാന്ധി ആയിരുന്ന സമയത്ത് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന വിഷയം രാഹുലിനെ അവിടെ കാണാൻ കിട്ടുന്നില്ല എന്നായിരുന്നു. അതെ പക്ഷെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും സമാന രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ള അതെ തീർച്ചയായിട്ടും. കാരണം തീർച്ചയായിട്ടും അതിപ്പം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം കണ്ടാൽ തന്നെ നമുക്കറിയാം. ഈ കഴിഞ്ഞിടയ്ക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ അതെ യാത്രയും അതെ ആ ഒരു യാത്ര സത്യം പറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസിന് നൽകിയൊരു ഊർജം ചെറുതല്ല. വലിയ തോതിലുള്ള ആൾക്കാർ കൂടുകയും ഈ വോട്ട് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം എന്ന യാത്ര നടത്തുന്നത്. അപ്പം അതില് വലിയൊരു അതെ വയനാട്ടിൽ തന്നെ അല്ലെ, വയനാട്ടിൽ തന്നെ വന്ന് താമസിക്കാൻ പോകുന്നു എന്നുള്ള അതെ 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 അപ്പം അതാ പറഞ്ഞത്. അപ്പം സമാനമായ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം കേരളത്തിലും ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് കുറച്ച് അടിത്തറയിൽ കുറച്ച് ശക്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഒരു ഗോൾഡൻ സ്റ്റേറ്റ് ആയിരുന്നു കേരളം എന്ന് പറയുന്നത്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. അപ്പം മാത്രമല്ല കോൺഗ്രസിന് വലിയൊരു അടിവേര് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അറിയാം ലോക്സഭയിൽ കോൺഗ്രസിന് എല്ലാ 19 സീറ്റും നൽകിയിട്ടുള്ളൊരു സ്റ്റേറ്റും കേരളമാണ്. അപ്പം കോൺഗ്രസിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയും കോൺഗ്രസിനോട് വലിയൊരു പ്രതിബദ്ധതയും ഉള്ളൊരു ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇനിയും ഈ വിഷയങ്ങളെ അതെ ഇനിയും അത് തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും കോൺഗ്രസിന് കേരളത്തില് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇപ്പം നമുക്കറിയാം ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു കേരളത്തിൽ മുഴുവൻ അങ്ങനെ ഒരു യാത്ര കടന്നു വരുന്നു. അപ്പം അതിൽ തന്നെ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അന്ന് സാധിച്ചിരുന്നു. അപ്പം അത് ഇനിയും ആവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു പല ജില്ലകളും 10 ജില്ലകൾ മാത്രമാണ് അന്ന് കടന്നു പോയിരുന്നത്. അത് മാത്രമല്ല അന്ന് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അന്ന് സാധിച്ചിരുന്നില്ല. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു യാത്ര നടത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഗുണകരമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിയോടും വലിയൊരു ഒരു അഭിനിവേശം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിന്റെ 2 തവണ തുടർച്ചയായിട്ട് ഭരിച്ചപ്പോഴുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു മടുപ്പുണ്ടല്ലോ. കാരണം ഒരേ ഭരണം തന്നെ തുടർന്ന് പോകുമ്പോഴത്തേന് ആളുകൾക്കുണ്ടാകുന്ന ഒരു തരം മടുപ്പുണ്ട്. അത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല CPM-ന് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയെ പോലെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കൾട്ടിനെ എടുത്തു കാണിക്കാൻ നിലവിൽ കേരളത്തിൽ മറ്റാരും ഇല്ലാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. പിണറായി വിജയൻ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അതിന് ബദലായിട്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചൊറിയൂർക്കുള്ള മറ്റൊരു ചെറുപ്പക്കാരനെ കാണിക്കാൻ CPM-ന് പറ്റാത്തതും ഒരു പ്രശ്നമാണ്. ഈ ചില കാര്യങ്ങളെ കൃത്യമായിട്ട് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു യാത്ര നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ.